ഈ കേസ് ഇങ്ങനെ നിലനിർത്തി എപ്പോഴും ദിലീപിന് സംശയത്തിന്റെ നിഴൽ നിർത്താൻ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഒരു ശ്രമം കേരളത്തിൽ പലരും ചെയ്യുന്നു. ആ നരേറ്റീവിനെതിരെ സംസാരിച്ചു പോയി എന്നുള്ള അപരാധമാണ് ബേബി ചെയ്ത കുറ്റം അതാണ്. ബേബി ഒരു നിമിഷം ഈ നരേറ്റീവ് മറന്നുപോയി, സിനിമയായിട്ട് കണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞാണ് ബേബി ഇത് എഴുതുന്നതെങ്കിൽ ബേബിക്ക് വിവേകം വരും. ഓ, ഞാൻ ഈ നരേറ്റീവിന്റെ ഭാഗത്താണല്ലോ ഞാൻ, അപ്പം മറ്റേത് ഞാൻ എഴുതിക്കൂടാ, അങ്ങനെ പോട്ടെ. എന്നിട്ട് ഈ സംവിധായകനെ വിളിച്ചു പറയും, എടാ നല്ല സിനിമയാണ്, പക്ഷെ എനിക്ക് എഴുതാൻ നിർവാഹമില്ല. എഴുതി കഴിഞ്ഞാൽ ദിലീപിനെ പിന്തുണയ്ക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് എൻ്റെ മോനെ, നിനക്ക് നല്ലത് വരട്ടെ, ഞാൻ എഴുതാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറിയനെ പോയി. ആ വിവേകം ഉദിക്കുന്നതിന് മുമ്പ് സ്വാഭാവിക പ്രതികരണമായി പോയി എഴുതിയത്. അതുകൊണ്ടാണ് പുള്ളി എങ്ങും തൊടാതെ ചില ഡിസ്ക്ലൈമറൊക്കെ ഇട്ട് രണ്ടാമത് അത് വിശദീകരിക്കുന്നത്. ബേസിക്കലി ഹി ബിലോങ്സ് ടു ദാറ്റ് ഗ്രൂപ്പ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഉപദ്രവിച്ച് ആ ഗ്രൂപ്പിലേക്ക് ആക്കും. കാരണം അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ദിലീപ് കുറ്റക്കാരനാണ്. അതെങ്ങനെ തീരുമാനിച്ചു എന്ന് എനിക്ക് മനസ്സിലാവണില്ല.